ഹലോ, ഹായ് കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു? ഞങ്ങളെല്ലാം സുഖമായിരിക്കുന്നു. ഓക്കെ, ഇപ്പം നാട്ടിൽ നല്ല മഴയൊക്കെ അല്ലേ? മഴയൊക്കെ തീരാറായോ? ഇവിടെ ഡൽഹിയിൽ ഭയങ്കര ചൂടാണ്. പിള്ളേർക്കൊക്കെ അവിടെ നാട്ടിൽ അവധിയൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുടങ്ങുന്നല്ലേ? ഇവിടെ സ്കൂൾ തുറക്കാൻ പോകുന്നുള്ളൂ കേട്ടോ. സമ്മർ വെക്കേഷനായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. ജൂലൈ തുടങ്ങാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. അപ്പം പിന്നെ എന്തുണ്ട് വിശേഷമൊക്കെ? എന്തായിരുന്നു എല്ലാവർക്കും പരിപാടികളൊക്കെ? പിന്നെ എന്താ പറയണ്ടേ, നിങ്ങൾക്കൊക്കെ സ്കൂളിൽ ഇവിടെയൊക്കെ ആക്ടിവിറ്റിയും പ്രൊജക്റ്റും ഒക്കെ ഉണ്ട്. ഇവിടെ സ്കൂളിൽ ഇഷ്ടംപോലെ ആക്ടിവിറ്റിയും പ്രൊജക്റ്റും ഒക്കെ ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ആക്കിയതിൻ്റെ തിരക്കാണ്. പിള്ളേർക്ക് കൊടുക്കുന്നാലും പേരൻസിനും കൂടെ അല്ലേ പണിയുള്ളത്, അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെയാണ് പണ്ട് ഞാനിപ്പോൾ ഓർമ്മ, നമ്മളൊക്കെ പഠിച്ച സമയത്താണെങ്കിൽ ഹോളിഡേ എന്ന് പറയുമ്പോൾ എന്തോ വെക്കേഷൻ എന്ന് പറയുമ്പോഴത്തേന് ഫുൾ വെക്കേഷനാണ്. ഒരു ഹോംവർക്കും ഇല്ല, ഒരു ഒന്നുമില്ല. ഇവർക്കാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഏപ്രിലിൽ സ്കൂൾ തുറക്കും കേട്ടോ. ഇതിപ്പോൾ റീ ഓപ്പണിംഗ് എന്ന് പറയാം. പുതിയ വർഷം തുടങ്ങി ഓൾറെഡി ഏപ്രിൽ തുടങ്ങി. പിന്നെ ഏപ്രിൽ തുടങ്ങിയ ശേഷം ഇവർക്ക് മെയ് ജൂൺ അവധിയായിരുന്നു ചൂട് കാരണം. ജൂലൈയിലാണ് ഇവർക്ക് രണ്ടാമത് തുറക്കുന്നത്. അപ്പം അതിൻ്റെ ഈ ഏപ്രിൽ പഠിപ്പിച്ചെല്ലാം എക്സാമുണ്ട്. ബാക്കിയെല്ലാം ഫുൾ ഹോളിഡേയിൽ അവർക്ക് ഒത്തിരി പ്രോജക്റ്റ് ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. ഒരു കുറഞ്ഞ ഒരു എൻഗേജ്മെൻ്റാണ് പിള്ളേർക്ക്. എന്നാലും പിള്ളേർ ചിലപ്പോൾ തോന്നും നമ്മളൊക്കെ ഒന്നും അറിയാതെ ചുമ്മാ അടിച്ചു പൊളിച്ച സമയമല്ലേ. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇപ്പോൾ ഇടുന്നുള്ളൂ, കാരണം ഇപ്പോൾ ഇച്ചിരി ബിസി ആയതുകൊണ്ടാണ്. ഇച്ചിരി നല്ല വീഡിയോ ഒക്കെ ഇടാൻ ശ്രമിക്കും. തുടക്കമല്ലേ, നമ്മളെല്ലാം പഠിച്ചു വരുന്നല്ലോ. അപ്പം നിങ്ങൾ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്താൽ നമുക്ക് കൂടുതൽ വീഡിയോ ഒക്കെ കാണാം കേട്ടോ. പിന്നെ വേറെ ഒന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എടുക്കുകയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എനിക്കറിയാവുന്നത് ഇതായതുകൊണ്ട് ഞാനേതോ വീഡിയോ എടുക്കും. പിന്നെ ചെറിയ ചെറിയ നമ്മുടെ വീഡിയോസൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ഇടാം കേട്ടോ. പിന്നെ എന്താ, ഇതാണ് കൂടുതൽ അറിയാവുന്നത്. അതുകൊണ്ട് എനിക്കറിയാവുന്ന രീതിയിൽ നിന്ന് വലിയ പെർഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിലും കുറ്റം കുറവില്ലാതൊക്കെ പറയാം അല്ലേ. അപ്പം നിങ്ങളെന്നെ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിപ്രായങ്ങളൊക്കെ പറയണമെങ്കിൽ പറയാം. പോസിറ്റീവായി തന്നാൽ നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും അല്ലേ. പിന്നെ കാരണം യൂട്യൂബിനെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല കേട്ടോ. അറിയാവുന്ന രീതിയിൽ നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. പിന്നെ 100 ആൾക്കാർ വരുമ്പോൾ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യാം, ഇത്ര പൈസ കൊടുത്താൽ സബ്സ്ക്രൈബ് തരാം, അങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി മെസ്സേജൊക്കെ പലയിടത്തും അത് വരുന്നുണ്ടെന്നും ഒക്കെ അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എനിക്കെന്തായാലും ഞാൻ അറിയാവുന്ന രീതിയിൽ ചെയ്യുന്നതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നമുക്കങ്ങ് സബ്സ്ക്രൈബ് വന്നാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. നമുക്കിതൊക്കെ അല്ലേ അറിയാവുന്നുള്ളൂ. അപ്പം ഇതിലൂടെ അങ്ങ് പോട്ടെ. പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു. പിന്നെ ഇതിപ്പോൾ സമയമുള്ളപ്പം നമ്മൾ ചെറിയ ചെറിയ ഡ്രോയിങ് മാത്രം ചെയ്യാം, കാരണം പിള്ളേരും കൂടി ഉള്ളപ്പം നമുക്ക് കൂടുതൽ ബിസിയാണ്. പിന്നെന്താ പറയാനുള്ളത്, നാട്ടിലിപ്പോൾ നാട്ടിൽ നല്ല മഴയായിരുന്നു അല്ലേ. മഴയൊക്കെ തീരാറായി, പിള്ളേരൊക്കെ നല്ല സ്കൂളൊക്കെ തുറന്ന് അതിൻ്റെ ബിസി ആയിരിക്കും നിങ്ങളുമൊക്കെ. പിന്നെന്താ പറയാനുള്ളത്, അപ്പം നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്തെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ്, ഒത്തിരി ഞാൻ വലിയ ലോങ് വീഡിയോ ഇടാമെന്ന്, കാരണം അത്രയ്ക്ക് സമയം കിട്ടാത്തതുകൊണ്ട് കേട്ടോ. അതൊക്കെ ഇതിനകത്ത് ഈ വരച്ചതിനിടയിൽ സംസാരിക്കാൻ എനിക്ക് അത്ര ഒരു ഹാബിറ്റില്ല കേട്ടോ. അപ്പം നമുക്ക് എല്ലാവരും ചില രീതിയിൽ വരച്ചുകൊണ്ട് അല്ലെങ്കിൽ ചെയ്തുകൊണ്ട് നമ്മൾ വോയിസ് കൊടുക്കുന്നത്, അതത്ര എനിക്കൊരു പിടുത്തമില്ല. അതുകൊണ്ട് ഒരു കംഫർട്ടബിൾ അല്ല. നമ്മൾ വരയ്ക്കുമ്പോൾ അതിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നില്ലേ, വേറെ എന്താ ഒന്നിലും വരയ്ക്കണം അല്ലേ പറയണം. അതുകൊണ്ടാണ് ഈ വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ശരി, അപ്പം നമുക്ക് നിങ്ങൾ കാണുക വീഡിയോ കേട്ടോ. ചെറിയ ഞാൻ ഒത്തിരി ഷോർട്സൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് പതിയെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങാം. നമുക്ക് മലയാളത്തിൽ പറയുന്നത്, പിന്നെ എനിക്ക് ഹിന്ദിയും അറിയാം. ഹിന്ദിയിൽ ചിലപ്പോൾ ഇംഗ്ലീഷാണ് കൂടുതൽ ഇട്ടിരുന്നത്. അതിനെന്താ വെച്ചാൽ നമുക്കിപ്പം വേറെ ആർക്കെങ്കിലും കാണുന്നുണ്ട് വെച്ചുകൊണ്ടാണ് അത് ചെയ്തത്. അപ്പോൾ ഷോർട്സ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മലയാളത്തിൽ ഷോർട്സ് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യാം. പിന്നെന്താ പറയേണ്ടത്, വേറെ ഒന്നുമില്ല കേട്ടോ. ഒത്തിരി ചിലയ്ക്കുന്നില്ല കേട്ടോ, വെറുതെ മുഷിപ്പിക്കുന്നില്ല. അപ്പം നടക്കട്ടെ, എല്ലാവരുടെയും കാര്യങ്ങൾ നടക്കട്ടെ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇടയ്ക്കിടയ്ക്ക് മലയാളം വീഡിയോസ് ഇടാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡ്രോയിങ് വീഡിയോ ഇടും. കൂടുതൽ ഷോർട്സ് ഇടുന്നത് കാരണം അതിനത്ര സമയമില്ലാത്ത അങ്ങ് സ്പീഡിങ് ഇടാമെന്ന് വെച്ചുകൊണ്ടാണ്. ലോങ് വീഡിയോസ് ചെയ്യാൻ ഇച്ചിരിക്ക് പതുക്കെ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇച്ചിരി പതുക്കെ നമുക്ക് ഐഡിയ ഒക്കെ വന്നിട്ട് ഇടാമെന്ന് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ തെറ്റായിട്ടും ശരിയായിട്ടും ഒക്കെ വരയ്ക്കുന്നത് ഒത്തിരി തെറ്റുകളൊക്കെ കാണും കേട്ടോ. അതിനകത്ത് നമ്മുടെ ഓരോരുത്തരുടെയും കൈയുടെ അനുസരിച്ച് മാറ്റം വരും. പിന്നെ ഒരു പടം തന്നെ പലരും പല രീതിയിൽ ചെയ്യും. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടം നമ്മൾ ചെയ്യുന്നു. പിന്നെ ചെറിയ ക്രാഫ്റ്റ് ഐഡിയാസൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളും അതൊക്കെ എന്നോട് ഷെയർ ചെയ്യാം കേട്ടോ. എന്നാൽ ശരി, വെക്കട്ടെടാ, ബൈ.